ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ജനനായകൻ കണ്ടു വന്നിരിക്കുകയാണ് കേട്ടോ. വിനോദിൻ്റെ സംവിധാനത്തിൽ വിജയും പൂജ ഹെഡ്ജും അതുപോലെ പ്രകാശ് രാജ് അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരന്നിട്ടുള്ള സിനിമയാണ് ജനനായകൻ. ബാലയ്യയുടെ സിനിമയുടെ റീമേക്കാണ്. അതുപോലെ തന്നെ ഈ പടം മുമ്പേ ലീക്ക് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയാണ്. ഇതൊക്കെ അറിയാം, പക്ഷേ ഞാനിതിൻ്റെ റീമേക്ക് ഒറിജിനൽ സിനിമയൊന്നും കണ്ടിട്ടില്ല. സോറി, റീമേക്കല്ല, ഒറിജിനൽ സിനിമയൊന്നും കണ്ടിട്ടില്ല. അതുപോലെ ഇതിൻ്റെ കഥയൊന്നും അറിയാണ്ട് ആണ് ഞാൻ ഈ പടത്തിന് പോയിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നിന്നുള്ള മമിത ബൈജു വിജയുടെ അനിയത്തിയായിട്ട് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മസാല സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടമായി. കുറച്ച് രാഷ്ട്രീയം കാര്യങ്ങൾ കയ്യിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇറങ്ങി വരാവുന്നൊരു സിനിമ തന്നെയാണ് ജനനായകൻ. അല്ലാതെ ഈ പടം ഒരു അപരാധമൊന്നുമല്ല. ആ പടത്തിൻ്റെ റീമേക്കാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അതിനുള്ളൂ. പിന്നെ വിജയുടേതായ ശൈലിയിൽ വിജയ് ചെയ്തു വെച്ചിട്ടുള്ള സിനിമയാണ് ജനനായകൻ. വിജയ്ക്ക് ബാലയുടെ രീതിയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ആൾക്ക് ആളുടേതായ ശൈലിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആളുടേതായ മസാല, ആക്ഷൻ രംഗങ്ങൾ, ഡാൻസ്, ഇതൊക്കെ ഈ പടത്തിൽ ഉണ്ട്. അതുപോലെ വിജയുടെ ലാസ്റ്റ് സിനിമയാണ്, അപ്പോൾ അതിനുള്ള ട്രിബ്യൂട്ട് ലാസ്റ്റ് വിജയുടെ പഴയ കാലം തൊട്ടുള്ള എല്ലാ സിനിമകളിലത്തേതും ഇതിൽ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജനനായകൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദളപതിക്ക് ഇനിയൊരു സിനിമ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾ വിജയുടെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആഗ്രഹമുള്ളവർ ഈ പടം പോയി കാണാം, സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, എനിക്കിഷ്ടപ്പെട്ടു പടം ഫുള്ള്. പിന്നെ നിങ്ങൾക്ക് പടം കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണുന്നതൊക്കെ കാണാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. തിയേറ്ററിൽ പോയി ലാസ്റ്റ് ടൈമായിട്ട് പടം കാണണം എന്നുള്ളവർ പോയി കാണുക. പിന്നെന്തൊരു പറയാനുള്ള, പടത്തിലെ മമിത ചെയ്യുന്നത് വിജയുടെ അനിയത്തിയാണെന്നറിയാലോ. വിജയ് ആക്ഷൻ രംഗങ്ങളൊന്നും ഒന്നും പറയാനില്ല, മുട്ടായില്ല. വിജയനെ കാണിക്കുന്ന സീനൊക്കെ ഇല്ലേ, കണ്ട രോമം ഇങ്ങനെ എണീറ്റേക്കും, ഇൻട്രസ്റ്റിങ്. പിന്നെ ടൈറ്റിൽ കാർഡ്, ഇതൊക്കെയാണ് വിജയ് പടം കാണാൻ പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കണത്. അല്ലാതെ കഥയുണ്ടോ ലോജിക്കുണ്ടോ ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ പടം പോയി കാണുന്നത്. അതിൽ മമിത ഒരു കൂട്ടുകാരോട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പറയണ ഒരു സീനുണ്ട് വിജയ് കുറിച്ച്. ദളപതിട, എണ്ണണ്ട, നൻപണ്ട. അതാണ് ഞങ്ങൾ ഫാൻസിന് വിജയ്. അപ്പോൾ ഇനിയൊരു പടം തിയേറ്ററിൽ ഇങ്ങനെ കാണാൻ പറ്റിയാൽ സന്തോഷം. അല്ലെങ്കിൽ ഇതോടുകൂടി വിജയുടെ സിനിമ തിയേറ്ററിൽ പോയി കാണൽ നിന്നു. അപ്പോൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം, ഓക്കെ. പിന്നെ അടുത്തൊരു വിജയുടെ സിനിമ റിവ്യൂ ഇതേപോലെ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ആളിനി സിനിമക്ക് നിർത്തി മുഖ്യമന്ത്രിയായിട്ട് തമിഴ്നാട്ടിൽ സിഎമായിട്ട് മുന്നോട്ട് പോലെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പടം മറ്റുള്ളവർ എത്ര ഫ്ലോപ്പാന്ന് പറഞ്ഞാലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലും ഞാൻ പടത്തിൽ ഹാപ്പിയാണ്. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത പടത്തിൽ കാണാം കേട്ടോ. സ്പൈഡർമാൻ ഇറങ്ങുന്നുണ്ട് 31-ാം തീയതി. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.